ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ എന്താണ്, അവർ യഥാർത്ഥത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാനാണ് വിചാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ നിങ്ങളുടെയും പേഴ്സൻ്റെയും ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ നിങ്ങളുടെ എനർജി നോക്കാം. 8 ഓഫ് സോഡ്സ് ആണ്. ഇനി നമുക്ക് പേഴ്സൺ എനർജി നോക്കാം. 3 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമേജിനകത്ത് കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റക്നെസ് ആണ്. അത് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും നിങ്ങളൊരു ട്രാപ്പിൽ പെട്ട പോലെ ഇരിക്കുകയാണോ എന്നുള്ളൊരു തോന്നലായിരിക്കാം. അതായത് ഒരു തീരുമാനം എടുക്കാനായിട്ട് ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട്, എന്നാൽ ഓവർ തിങ്കിങ് വളരെ കൂടുതലായിരിക്കാം. ആലോചിച്ച് കാട് കയറുക എന്ന് പറയുന്നത് പോലെ പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ കൂടുതൽ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ആങ്സൈറ്റി, ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക, ഡൗട്ട്ഫുൾ ആയിരിക്കുക, ഒരു മുന്നോട്ട് പോകാനുള്ളൊരു ഭയം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് ചിലപ്പോൾ റോങ് മൂവ് ആയിരിക്കുമോ എന്നുള്ളൊരു പേടി, അങ്ങനെയുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്റ്റക്നെസ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു സൈലൻസോ ആ ഒരു രീതിയിൽ നിങ്ങൾ കുറച്ച് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു സൈലൻറ്റ് മോഡിലായിരിക്കാം ഇപ്പോൾ പോകുന്നത്. ഈ ഒരു പക്ഷേ ഈ ഒരു പേഴ്സണോടുള്ള വിശ്വാസക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടോ ഒക്കെ ആയിരിക്കണം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കണ്ണ് കെട്ടിയൊരവസ്ഥയുണ്ട്. അതായത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് പലതിനും തീർച്ചയായിട്ടും ഇല്ല. ഒരു ആങ്സൈറ്റി, ഫിയർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലുമാണ്. ഓവർ തിങ്കിങ്ങും കൂടുതലായിട്ടുള്ള ആരുടെയൊക്കെയോ എനർജിയാണ്. ചിലപ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു ബ്ലാങ്ക് ആയിരിക്കാം മനസ്സിനകത്ത് വരുന്നത്. കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയുമായിരിക്കാം. ഇനിയിപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാടൊരു ഹാർഡ്ഷിപ്സ് ഒക്കെ വരുമ്പോൾ പുറത്തേക്ക് പോയാലോ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റണമെന്നില്ല. വീണ്ടും ഇതിനകത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ പറയുന്ന പോലെ തന്നെ തള്ളണോ കൊള്ളണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രസൻറ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരാനും അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഒരു ലോങ് ടേം ആയിട്ട് പോരുന്നെങ്കിൽ കൊള്ളാം എന്നുള്ള ആ ഒരു ആഗ്രഹം നമുക്കിവിടെ കാണാം. കുറച്ചും കൂടി പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്റ്റക്നെസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു ഓവർ തിങ്കിങ്, സെൽഫ് ഇമ്പോസ്ഡ് ലിമിറ്റേഷൻസ് അങ്ങനെയുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു എനർജി അല്ല അവർക്കുള്ളത്. അവർ ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കും കാര്യങ്ങളെ സമീപിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ളൊരു എനർജി ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് സഹകരിച്ച് പോകാനായിട്ട് ആഗ്രഹമുള്ളൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നോക്കാം അവരുടെ ഒരു യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണ്, എന്താണ് അവർ മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Ace of Pentacles, 3 of Cups, 3 of Pentacles,
Two of Pentacles, the Fool, the Devil, the Magician, Ace of Swords, Queen of Cups, King of Cups, Seven of Pentacles, Ten of Wands, High Priestess, Queen of Pentacles, Chariot, Five of Cups, Ten of Swords, and Knight of Wands. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ ഒരു എനർജിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് നിങ്ങൾക്ക് ഇവരോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ആ ഒരു താല്പര്യം എത്രത്തോളം ഉണ്ടെന്ന് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു പേഴ്സണാണ്. അവരുടെ സാഹചര്യം എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തി എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര മാത്രം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു പേഴ്സണ് സ്ഥാനമുണ്ടെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നമുക്കിപ്പോൾ സപ്പോസ് അറിയാണ് ഈ ഒരു പേഴ്സൺ നമ്മളോട് ഒരുപാട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, അത്രയും നമ്മളെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അതവർക്ക് തിരിച്ചും കൊടുക്കണമെന്ന് സ്വാഭാവികമായിട്ട് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതവർക്ക് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതവരെ ഒരുപാട് വിഷമത്തിലാക്കുകയും ചെയ്യും. നമ്മളെ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ സ്നേഹം അറിയാം, പക്ഷേ അതുപോലെ തന്നെ നമുക്കും തിരിച്ചതുപോലെ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കണം ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്നതിൻ്റെ കാര്യം അതായിരിക്കാം. നിങ്ങൾക്കറിയാം ഈ ഒരു പേഴ്സണ് നിങ്ങളോട് സ്നേഹം ഉണ്ടെന്നുള്ളത്. പക്ഷേ സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, അത് അതേപടി പ്രകടിപ്പിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ചിലപ്പോൾ ആ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്വാളിറ്റി ടൈം തരാൻ പറ്റാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയോ ഒരു സ്റ്റക്നെസ്സോ, ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആയിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തള്ളാനോ അല്ലെങ്കിൽ കൊള്ളാനോ എന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് എവിഡൻ്റ് ആണ് ഈ ഒരു പേഴ്സൺ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അവർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു പേഴ്സണാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റാത്തതിൽ ആ ഒരു വ്യക്തിക്ക് ദുഃഖമുണ്ട്. പക്ഷേ നമ്മളവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ബേർഡൻ ഉണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ അവർക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടുന്ന അവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസോ ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു പേഴ്സൺ അങ്ങനെ അങ്ങ് ഫ്രീ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. വേറെയും പല കാര്യങ്ങൾ അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. ആ ഒരു എനർജിയൊക്കെ നമുക്കിവിടെ കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുന്നത് വലിയ ജോലിഭാരമോ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഫാമിലി ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ചിലപ്പോൾ കൂടുതലും ബിസി ആണെന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ നോ കോൺടാക്റ്റ് ആണെന്നുണ്ടെങ്കിലും കോൺടാക്റ്റിലുള്ളപ്പോഴാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ടെന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. ആ ഒരു ഇത് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ അവർക്ക് ഇപ്പോഴത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാഹചര്യം എന്തായിരുന്നു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് തന്നെ അറിയാം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം അവർക്ക് തിരിച്ചു തരാൻ പറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് തിരിച്ചു തരണം എന്നുള്ളൊരാഗ്രഹം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒട്ടും നിസ്സാരമായിട്ട് കാണുന്നുമില്ല. അതും നമ്മൾ നോക്കണം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കണക്ഷൻ അവർ നിസ്സാരവൽക്കരിച്ചല്ല കാണുന്നത്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു പേഴ്സൺ മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഒരു കിങ് ഓഫ് കപ്പ്, ക്യൂൻ ഓഫ് കപ്സ് എനർജീസൊക്കെ കാണാം. ചിലരെന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു വാല്യൂ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മൂല്യം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ കണക്ഷന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷേ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് അതേപടി ചിലപ്പോൾ തരാനായിട്ട് ഈ ഒരു പേഴ്സണ് പറ്റണം എന്നുണ്ടാവില്ല. അപ്പോൾ നേരത്തെ നമ്മൾ അവരുടെ ഒരു എനർജി എടുത്തപ്പോഴും നമുക്ക് ആ ഒരു 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയൊക്കെയാണ് കിട്ടിയത്. തീർച്ചയായിട്ടും സഹകരിച്ച് പോകാനായിട്ട് ആഗ്രഹമുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി പോകാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിപ്പിച്ച് നിർത്തുന്ന ഒരു എനർജി ആണോ എന്ന് വെച്ചാൽ അല്ല. അപ്പോൾ
അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല. ഇതിനകത്ത് തീർച്ചയായിട്ടും നിലനിർത്തി കൊണ്ടുപോകണം എന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ അത്രയും ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് എനർജി ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ അവർ നിങ്ങളുടെ ഒരു കണക്ഷനെ കാണുന്നുണ്ട്, പ്രഷ്യസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ഓഫറൊക്കെ തന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആ ഒരു സന്തോഷം പങ്കിടണം എന്നുള്ളൊരു ആഗ്രഹം കാണാം. നമുക്ക് ഇവിടെയൊക്കെ ഒരു പെൻറ്റക്കിൾസ് എനർജി ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു കപ്സ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ലെവലും നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് കൂടി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അതായത് നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയുള്ളൊരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ളൊരു സൗഹൃദമോ അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് വന്ന കണക്ഷനും ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഇനിയും മെയിൻറ്റെയിൻ ചെയ്യണം. അതവർക്ക് നഷ്ടപ്പെടുത്താനേ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം അവർക്ക് നിങ്ങളോടുള്ളൊരു ആത്മബന്ധം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ തിരിച്ച് അവരോടുള്ള ആ ഒരു കണക്ഷൻ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിനകത്ത് സ്റ്റക്ക് ആവുകയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു പേഴ്സണ് പോലും അങ്ങനെയുള്ളൊരു കാര്യം അവരുടെ മനസ്സിനകത്തുള്ളപ്പോൾ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ, ആ ഒരു മാഗ്നറ്റിക് കണക്ഷനൊക്കെ തോന്നുമ്പോൾ അവർക്ക് ബാക്കി എല്ലാം വിട്ടെറിഞ്ഞ് ഇതിനകത്തേക്ക് ആ ഒരു ജമ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കൂടുതൽ ചുറ്റുമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കാതെ നിങ്ങളുടേതായ മാത്രമായിട്ടുള്ള ഒരു ലോകം എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ ഒരു ഫ്രീ ബേർഡിനെ പോലെ വരാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് ആ ഒരു പേഴ്സൺ പേടിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് എനിക്ക് ഇവരോട് ഇത്രയധികം ഒരു താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു താല്പര്യവും സ്നേഹത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ ഞാൻ മറ്റുള്ള കടമകൾ മറന്നു പോകുമോ എന്നുള്ളൊരു ഫിയർ പോലും ചിലപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, സ്നേഹം വേണം എന്നുള്ളതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ. അപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ തുറന്ന് പറയാനായിരിക്കാം. ഒരു ഡയറക്റ്റ് കോൺവെർസേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആ ഒരു എനർജി, കോൺഫിഡൻസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു പക്ഷേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് അവർക്കും കൂടി നല്ലതുപോലെ അറിയുന്നൊരു കാര്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ എളുപ്പം നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും എളുപ്പമായിരിക്കാം. അപ്പോൾ ഒരു നോ കോൺടാക്റ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പരിഭവമുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കും അറിയില്ല, ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് നിങ്ങളോട് പറയാനായിരിക്കാം അതവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലാന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കണക്ഷൻ വിട്ടുകളയാതെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവരുടെ ഉള്ളിലുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ പ്രസൻ്റ്ലി നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ആ ഒരു ഫുള്ളി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ഓവർ പരിഗണന വേണമെന്നായിരിക്കാം. അപ്പോൾ അത് അതിനായിട്ട് കുറച്ചൊരു സമയം വേണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം ആ ഒരു പേഴ്സൺ ഒരുപാട് ബിസിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് വേറെയും ഹെഡേക്സ് ഉള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ലോ എനർജിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും അവർ. പക്ഷേ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമല്ല ഇത് എന്നുള്ളത് കൂടി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കണം. ഇനി അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് എനർജീസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ആ ഒരു റിസെപ്റ്റീവ് ടൈപ്പ് ഓഫ് എനർജീസാണ്. ആ ഒരു ഫെമിനിൻ ടൈപ്പ് ഓഫ് എനർജി ആയിട്ട് തന്നെ നമുക്കത് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ അവരുടേതായിട്ടുള്ള ഇപ്പോഴത്തെ ആ ഒരു ബർഡൻ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടോ ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് സ്നേഹം ഉള്ളിൽ ഒതുക്കിയിരുന്ന വ്യക്തികളായിരിക്കാം. അതായത് കാര്യങ്ങൾ പതിയെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോട്ടെ എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവർ പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിലൊക്കെ ചോദിച്ച് നടന്നപ്പോൾ ചിലപ്പോൾ അവർ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയൊന്നും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. കാര്യം ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് എല്ലാം തുറന്ന് കാണിക്കാതെ ഇരുന്നിട്ടുള്ളൊരു സമയം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. വളരെ സൈലൻ്റ് അല്ലെങ്കിൽ ആ ഒരു പാസീവായിട്ടിരുന്ന ആ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഒരു നിലപാട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും ആ ഒരു ഊർജ്ജത്തോടു കൂടി അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇത് നിലനിന്ന് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു മനസാന്നിധ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അവരും സാഡായിട്ടിരിക്കുന്ന ആ ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അവർക്കും അത് വലിയൊരു സങ്കടം, കുറ്റബോധം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സൈലൻ്റായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ആക്ഷൻ എടുക്കണം, അവരായിട്ട് തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്ന് അവർ സ്വയം ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്.
ചിലപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു പെയിൻഫുൾ എൻഡിങ് ആയിരിക്കാം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിനായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുത്തേ മതിയാവൂ എന്നുള്ള ആ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അവരത് ചിന്തിക്കുന്നുണ്ട്. ഇനി അവരാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത്. എൻ്റെ ഭാഗത്താണ് ഇനി കാര്യങ്ങളുള്ളത്. ഞാൻ തന്നെ ഇതിന് വേണ്ടുന്നൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓവറോളായിട്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എവിടെയാണോ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആ ഒരു പോയിന്റ്, അല്ലെങ്കിൽ കൂടുതലും ആ ഒരു നോ കോൺടാക്റ്റോ അല്ലെങ്കിൽ അവസാനിച്ചു എന്ന മട്ടിൽ നിൽക്കുന്ന വ്യക്തികളോ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, അവിടെ നിന്ന് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു അഷുറൻസ് തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. മുന്നോട്ട് പോകാൻ അവർ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. കാരണം അവരുടെ ഒരു തിരക്കായാലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം നിങ്ങളോട് ഓപ്പണായിട്ട് തുറന്ന് പറയാനും നിങ്ങളവരെ അവരുടെ ഒരു സ്നേഹം എത്രത്തോളം നിങ്ങളോടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കാനും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ ഒരു ഇൻറ്റൻഷനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഡിമാൻഡ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അത്രയും ക്വാളിറ്റി ടൈം തരണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ അനുസരിച്ച് അതിന് പലരും പലതും ഡിമാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അത്രത്തോളം ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരിക്കാം. എങ്കിൽ പോലും അവർ ഈ കണക്ഷൻ കൈവിട്ടിട്ടില്ല. നിങ്ങളെയും ചേർത്ത് പിടിച്ചാണ് അവർ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ കുറച്ചൊരു സൈലൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ പതിയെ ശരിയാവട്ടെ, അല്ലെങ്കിൽ ചിലവർ അങ്ങനെ ഒരു കാര്യമുണ്ട്, കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റ് ഒക്കെ ആയിട്ട് കുറച്ച് നാളായിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു സമയം എനിക്ക് വേണം, പതിയെ മതി എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, ഞാനായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഞാൻ ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സമയമാണിത് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മാത്രമല്ല, നമ്മൾ ഏറ്റവും ഫസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണിൽ അറ്റാച്ച്ഡ് ആണ്, നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതിൻ്റെ അത്രയും ആ ഒരു തൂക്കത്തിലല്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു പരിഗണന അർഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ആ, പരിഗണിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവുമെന്നറിയില്ല. അപ്പോൾ റെസൊനേറ്റ് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ ഒരു മനസ്സെന്താണോ നിങ്ങളോട് പറയാനായിട്ട് തയ്യാറാവുന്ന ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ കുറച്ചൊരു സമയം കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തിരക്കുകളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം, അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരാനുള്ളൊരു ഏഹ്, എന്താ പറയുന്ന അതിനുള്ളൊരു വഴി ഒരുക്കാനും കൂടി നിങ്ങൾക്കും സാധിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 7 ആൻഡ് നമ്പർ 15. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ക്യാൻസർ, പൈസസ്, കാപ്രിക്കോൺ, ജെമിനൈ, വിർഗോ ആൻഡ് അക്വേറിയസ്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളെന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതവരുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളതുകൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചത് ശരിയായില്ല എന്നൊക്കെയുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നഷ്ടപ്പെടുത്തരുതെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷനായിട്ട് ക്ലെയിം ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.